നമസ്കാരം. ട്രംപ് വീണ്ടും വാക്കുകൾ കൊണ്ട് ലോക രാഷ്ട്രീയത്തെ കലക്കിമറിക്കുകയാണ്. ഇത്തവണ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ചുള്ള പരാമർശങ്ങളിലൂടെയാണ് ട്രംപ് വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അപ്പാച്ചെ ഹെലികോപ്റ്റർ ഡെലിവറിയിലെ താമസവും വ്യാപാര തീരുവകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും സംബന്ധിച്ച് മോദി തന്നെ നേരിട്ട് സമീപിച്ചുവെന്നാണ് ട്രംപിന്റെ പുതിയ അവകാശവാദം. അപ്പാച്ചെ ഹെലികോപ്റ്ററുകളുടെ കാലതാമസത്തെ കുറിച്ച് സർ എന്ന് വിളിച്ച് മോദി തന്നോട് സംസാരിച്ചതായും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. മോദിയുമായി തനിക്ക് ശക്തമായ ബന്ധമുണ്ട് എന്നും തീരുവകളെ ചൊല്ലി പ്രധാനമന്ത്രി മോദി തന്നോട് അതൃപ്തിയിലാണ് എന്നും ട്രംപ് അവകാശപ്പെട്ടു. ഹൗസ് GOP മെമ്പർ റിട്രീറ്റിൽ സംസാരിക്കുമ്പോഴാണ് ട്രംപ് ഇത്തരം വാദങ്ങൾ ഉന്നയിച്ചത്. പ്രതിരോധ ബന്ധങ്ങളെയും വ്യാപാരത്തെയും കുറിച്ച് സംസാരിക്കവേ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ സൈനിക സംഭരണത്തിലെ കാലതാമസത്തെയും പ്രത്യേകിച്ച് അപ്പാച്ചെ ഹെലികോപ്റ്ററുകളെയും പരാമർശിച്ചു. ഇന്ത്യ വർഷങ്ങളായി ഹെലികോപ്റ്ററുകൾക്കായി കാത്തിരിക്കുകയാണെന്നും വിഷയം ഇപ്പോൾ പരിഹരിക്കപ്പെടുകയാണ് എന്നും ട്രംപ് സൂചിപ്പിച്ചു. ഇന്ത്യ 68 അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ഓർഡർ ചെയ്തിട്ടുണ്ടെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഈ പ്രസ്താവന യാഥാർത്ഥ്യത്തെക്കാൾ ട്രംപിന്റെ രാഷ്ട്രീയ അഹങ്കാരത്തെയും സ്വാർത്ഥതയെയും കൂടുതലായി വെളിപ്പെടുത്തുന്നതാണ്. ആദ്യമേ വ്യക്തമാക്കേണ്ടത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പ്രതിരോധ സഹകരണം വ്യക്തിപരമായ അപേക്ഷകളിലൂടെയോ സ്വകാര്യ സംഭാഷണങ്ങളിലൂടെയോ മുന്നോട്ട് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ പോകേണ്ട ഒന്നല്ല എന്നുള്ളതാണ്. അത് സ്ഥാപനപരമായും നയതന്ത്രപരമായും ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതാണ്. അപ്പാച്ചെ ഹെലികോപ്റ്റർ ഇടപാടുകൾ ഇന്ത്യയുടെ സുരക്ഷാ ആവശ്യങ്ങൾ മുൻനിർത്തി പ്രതിരോധ മന്ത്രാലയവും സേനകളും ചേർന്ന് വിലയിരുത്തിയെടുത്ത തീരുമാനങ്ങളാണ്. അതിനെ മോദി ട്രംപിനോട് അപേക്ഷിച്ചു എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെയും ആത്മഗൗരവത്തെയും അവഹേളിക്കുന്നതിന് തുല്യമാണ്. നരേന്ദ്രമോദിയുടെ വിദേശ നയം വ്യക്തതയുള്ളതാണ്. ഇന്ത്യ ഫസ്റ്റ് എന്ന നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് ലോകത്തെ എല്ലാ ശക്തികളുമായും സമതുലിത ബന്ധമാണ് അദ്ദേഹം പിന്തുടരുന്നത്. അമേരിക്കയുമായുള്ള ബന്ധം സൗഹൃദപരമാണെങ്കിലും അടിമത്തപരമല്ല എന്നതാണ് ശ്രദ്ധേയം. പ്രതിരോധ കരാറുകളിലും വ്യാപാര ഇടപാടുകളിലും ഇന്ത്യ സ്വന്തം താല്പര്യം മാത്രം മുൻനിർത്തിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇതാണ് ട്രംപിന് സഹിക്കാനാകാത്ത യാഥാർത്ഥ്യവും. ട്രംപിന്റെ ഇന്ത്യയോടുള്ള അമേരിക്കയുടെ സമീപനം സ്ഥിരതയില്ലാത്തതായിരുന്നു. ഒരു ദിവസം ഇന്ത്യയെ വലിയ സുഹൃത്ത് എന്ന് വിളിക്കും, അടുത്ത ദിവസം വ്യാപാര തീരുവകളുടെ പേരിൽ ഭീഷണിപ്പെടുത്തും. സ്റ്റീൽ, അലൂമിനിയം തീരുവകൾ മുതൽ IT സേവനങ്ങൾ വരെ അമേരിക്കയുടെ അമേരിക്ക ഫസ്റ്റ് നയം ഇന്ത്യക്ക് തിരിച്ചടിയായ നിരവധി തീരുമാനങ്ങൾ കൊണ്ടുവന്നു. ഈ സാഹചര്യത്തിലാണ് മോദി സർക്കാർ ശാന്തമായെങ്കിലും ശക്തമായ നയതന്ത്രത്തിലൂടെ ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചത്. വ്യാപാര തീരുവകളെ കുറിച്ച് ട്രംപ് ഉയർത്തുന്ന ആരോപണങ്ങളും സത്യവിരുദ്ധമാണ്. ഇന്ത്യൻ വിപണിയെ വളരാൻ അനുവദിക്കുന്നില്ല എന്ന വാദം ഇന്ത്യയുടെ വളരുന്ന ഉപഭോക്തൃ വിപണിയെയും നിക്ഷേപ അവസരങ്ങളെയും അവഗണിക്കുന്നതിന് തുല്യമാണ്. അമേരിക്കൻ കമ്പനികൾക്ക് ഇന്ത്യയിൽ ലഭിക്കുന്ന നേട്ടങ്ങൾ ട്രംപ് ഒരിക്കലും തുറന്നു പറയാറില്ല. പകരം സ്വന്തം ആഭ്യന്തര രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള പ്രകടനമാണ് അദ്ദേഹം നടത്തുന്നത്. പ്രതിരോധ ഇടപാടുകളിലും ട്രംപിന്റെ സമീപനം വ്യാപാരിയുടേതായിരുന്നു. ആയുധ വിൽപ്പനയെ അദ്ദേഹം നയതന്ത്ര സൗഹൃദത്തിന്റെ അളവുകോലാക്കി. എന്നാൽ മോദി സർക്കാർ പ്രതിരോധത്തെ ഒരു വ്യാപാര വസ്തുവായി കാണുന്നില്ല. ഇന്ത്യയുടെ സുരക്ഷ, സൈനിക സ്വയം പര്യാപ്തത, മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികൾ ഇവയെല്ലാം പരിഗണിച്ചാണ് ഓരോ തീരുമാനവും ഇന്ത്യ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്കൊപ്പം റഷ്യ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളുമായും ഇന്ത്യ തുല്യമായി സൗഹൃദ വ്യാപാര ബന്ധങ്ങൾ പങ്കിടുന്നു. ട്രംപ് മോദിയെ കുറിച്ച് പറയുന്ന വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു അസൂയാണ്. ലോകവേദികളിൽ മോദിക്ക് ലഭിക്കുന്ന സ്വീകാര്യത, ജനാധിപത്യപരമായ നേതൃത്വത്തിന്റെ ശക്തി, വികസനത്തിന്റെ വ്യക്തമായ ദിശ ഇവയെല്ലാം ട്രംപിന്റെ വ്യക്തിപരമായ ശൈലിയോട് പൊരുത്തപ്പെടുന്നില്ല. അതിനാൽ തന്നെ മോദിയെ ചെറുതാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളിലൂടെ ട്രംപ് സ്വന്തം പ്രാധാന്യം ഉയർത്താൻ ശ്രമിക്കുന്നു. ഇന്ത്യ ആരോടും തൊഴുതു താഴ്ന്നു നിൽക്കുന്ന ഒരു രാജ്യമല്ല. മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ആത്മവിശ്വാസത്തോടെ ലോകത്തോട് സംസാരിക്കുന്നു. പ്രതിരോധത്തിലും വ്യാപാരത്തിലും നയതന്ത്രത്തിലും ഇന്ത്യ സ്വന്തം നിബന്ധനകളിലാണ് ഇടപെടുന്നത്. ട്രംപിന്റെ പ്രസ്താവനകൾ ഒരുപക്ഷെ വലിയ വാർത്താ തലക്കെട്ടുകൾ സൃഷ്ടിക്കാം. പക്ഷേ ചരിത്രത്തിൽ രേഖപ്പെടുത്തുക മോദിയുടെ സ്ഥിരതയുള്ള, ദീർഘദർശിയുള്ള നേതൃത്വമായിരിക്കും. അതിനാൽ ട്രംപിന്റെ വാക്കുകൾ ഇന്ത്യയെ ദുർബലമാക്കുകയല്ല, മറിച്ച് ഇന്ത്യ എത്രത്തോളം സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കുന്നുവെന്ന് ലോകത്തിനെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. മോദിയെ പിന്തുണയ്ക്കുന്നവർക്ക് ഇത് അഭിമാനത്തിന്റെ നിമിഷമാണ്. ട്രംപിന്റെ രാഷ്ട്രീയ നാടകങ്ങൾക്കപ്പുറം ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്, സ്വന്തം ശക്തിയിൽ, സ്വന്തം വഴിയിൽ.